മാസ്റ്റർ ജിയുടെ ലേൺ ഹിന്ദി എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിലുള്ള ട എന്ന അക്ഷരത്തോടൊപ്പം ചിഹ്നങ്ങൾ ഉപയോഗിക്കേണ്ട രീതിയും അവ ഉച്ചരിക്കേണ്ട രീതിയുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മലയാളത്തിൽ ട എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അത് ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ നമുക്ക് ഈ ട എന്ന അക്ഷരത്തിൽ ചിഹ്നങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ട ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ട ഇങ്ങനെയാണ് ഹിന്ദിയിൽ ട എന്ന് എഴുതേണ്ടത്. ഒന്നുകൂടെ എഴുതാം. ട ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ട ട ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ട ഇങ്ങനെയാണ് ഹിന്ദിയിൽ ട എന്ന് എഴുതേണ്ടത്. അടുത്തത് ടി ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ വള്ളി ഇടത് ഭാഗത്തേക്കാണ് വരേണ്ടത്. ടി ഒന്നുകൂടെ എഴുതാം. ടി ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഇടത് ഭാഗത്തേക്ക് വള്ളി വരണം. ടി ഒന്നുകൂടെ എഴുതാം. ടി ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടി ഇങ്ങനെയാണ് ഹിന്ദിയിൽ ടി എന്ന് എഴുതേണ്ടത്. അടുത്തത് ടി ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ വള്ളി വലതുവശത്തേക്ക് വരണം. ടി ടി ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടി ഒന്നുകൂടെ എഴുതാം. ടി ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടി ടി എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തത് ടു ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടു ഒന്നുകൂടെ എഴുതാം. ടു എന്ന് ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയതിനു ശേഷം മുകളിലേക്ക് ടു ഒന്നുകൂടെ എഴുതാം. ടു ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടു ടു എന്ന് ഹിന്ദിയിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തത് ടു ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഇങ്ങനെ താഴ്ഭാഗത്തേക്കാണ് ഇടേണ്ടത്. ടു ടു ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടു ഒന്നുകൂടെ എഴുതാം. ടു ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടു ടു എന്ന ഹിന്ദിയിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തത് ട്ര ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ട്ര ട്ര ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ട്ര ഒന്നുകൂടെ എഴുതാം. ട്ര എന്നുള്ളത് ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ട്ര അടുത്തത് ടേ ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഇങ്ങനെ ഒരു വരെയാണ് മുകളിൽ വരേണ്ടത്. ടേ ഒന്നുകൂടെ എഴുതാം. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടേ ഒന്നുകൂടെ എഴുതാം. ടേ ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടേ ടേ എന്ന ഹിന്ദിയിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തത് ടൈ ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ മുകളിൽ രണ്ട് വരകളാണ് വരേണ്ടത്. ടൈ ടൈ ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടൈ രണ്ട് വരകൾ ഇടണം മുകളിൽ. ഒന്നുകൂടെ എഴുതാം. ടൈ ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടൈ ഇങ്ങനെയാണ് ഹിന്ദിയിൽ ടൈ എന്ന് എഴുതേണ്ടത്. അടുത്തത് ടോ ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ട എന്നിട്ടതിന് ശേഷം ഒരു വരയും, അതായത് ഈ വര എന്നുള്ളത് ദീർഘമാണ്, കൂടാതെ മുകളിലോട്ട് ഒരു വരയും. ഇങ്ങനെയാണ് ടോ എന്ന് എഴുതേണ്ടത്. ടോ ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ
ടോ. ഒന്നുകൂടെ എഴുതാം. ടോ. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടോ. ഇങ്ങനെയാണ് ഹിന്ദിയിൽ ടോ എന്ന് എഴുതേണ്ടത്. അടുത്തത് ടൗ. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ദീർഘം 2 വരകൾ. ടൗ. ടൗ. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ടൗ. ഒന്നുകൂടെ എഴുതാം. ടൗ. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടൗ. ഹിന്ദിയിൽ ടൗ എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തത് ടം. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടം. ടം. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടം. ഒന്നുകൂടെ എഴുതാം. ടം. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടം. മുകളിൽ ഒരു കുത്താണ് ഇടേണ്ടത്. ടം എന്നാണ് ഇതിനെ വായിക്കുക. അടുത്തത് ഠ. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഠ ഇട്ടതിന് ശേഷം 2 കുത്തുകളാണ് ഇടേണ്ടത്. ഠ. ഠ. ഹിന്ദിയിൽ എഴുതുമ്പോൾ ഠ. ഒന്നുകൂടെ എഴുതാം. ഠ. ഹിന്ദിയിൽ എഴുതുമ്പോൾ ഠ. ഠ എന്ന് ഹിന്ദിയിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ എഴുതി നോക്കാം. ഠ. ഠ. ടി. ടി. ടു. ടു. ട്ര. ടെ. ടൈ. ടോ. ടൗ. ടം. ട. 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 ടി. ടി. ടു. ടു. ട്ര. ടെ. ടൈ. ടോ. ടൗ. ടം. ട. 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 ടി. ടി. ടു. ടു. ട്ര. ടെ. ടൈ. ടോ. ടൗ. ടം. ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിച്ചത് ഹിന്ദിയിലുള്ള ട എന്ന അക്ഷരത്തോടൊപ്പം ചിഹ്നങ്ങൾ ഉപയോഗിക്കേണ്ട രീതിയും അവ ഉച്ചരിക്കേണ്ട രീതിയുമാണ്. ഇത് നിങ്ങളും നന്നായി എഴുതി പരിശീലിച്ച് നോക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല ക്ലാസ്സുകളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ജാസ് അഹമ്മദ് സൈനിങ് ഔട്ട്.